ഈ 25 വർഷങ്ങൾക്കിടക്ക് 1090ഓളം എപ്പിസോഡുകളിൽ തുടക്കത്തിൽ ഈ 2 കേസുകളായിരുന്നു ചെയ്യുന്നത്. 2000-ന് മുകളിൽ കേസുകളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാതാകുന്ന വിഷയങ്ങളിലകപ്പെട്ട പ്രവാസികളുടെ വിഷയങ്ങൾ പ്രവാസ ലോകം കൈകാര്യം ചെയ്ത് 2000-ന് മുകളിൽ കേസുകളുണ്ട്. അതിൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോന്നും ഡിഫറൻ്റാണ്. ഒരു മനുഷ്യന് സംഭവിച്ചതല്ല മറ്റൊരു മനുഷ്യന്. പക്ഷെ പാറ്റേൺ ഓഫ് ഇതുണ്ടല്ലോ, ചീറ്റിങ്. ഇപ്പോൾ ചതിക്കപ്പെട്ടവരുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു പോളിസി, തുടർന്ന് വന്നിട്ടുള്ള ഒരു പോളിസിയുടെ മാറ്റമില്ലായ്മയെ കാണിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കേസായിട്ട് ഒരെണ്ണം പോലും ഒതുക്കി നിർത്താൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് തന്നെ കാണാരൻ, ബഹ്റൈനിൽ കാണാതായ കാണാരൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ 8 വർഷമായിരുന്നു. 8 വർഷമായ കാണാരനെ അവിടെ മുഴുവൻ 1, 2, 3 തവണ അന്വേഷിച്ചിട്ട്, അന്നൊക്കെ ആ സമയത്ത് കണ്ടൻറ്റ് വരാൻ വൈകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കണ്ടൻറ്റ് പുറത്തുനിന്ന് വരണമല്ലോ, എൻക്വയറി പുറത്തുനിന്ന് വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ആദ്യത്തെ ആഴ്ച 3 തവണ, രണ്ടാമത്തെ ആഴ്ച 3 തവണ, അങ്ങനെ 9, 10 തവണ കാണാരൻ പോയപ്പോൾ ബഹ്റൈനിലെ സ്വാഭാവികമായിട്ടും കൈരളിയുടെ സഹകാരികളായ പ്രതിഭയുടെ ആൾക്കാരും മറ്റു മനുഷ്യരും, ഇത് കാണുന്ന മനുഷ്യരും കൂടി ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ അയാൾ എവിടെയില്ല. ജയിലുകളിലില്ല, മരണപ്പെട്ടവരുടെ ലിസ്റ്റിലില്ല, ആശുപത്രികളുടെ മോർച്ചറികളിലില്ല. ബോംബെയിലേക്ക് കയറ്റി വിട്ടു എന്ന് പറയുന്നൊരു അഭ്യൂഹമുണ്ട്. കിട്ടാതായ കണാരൻ ഇന്നും വന്നിട്ടില്ല. ആ കണാരൻ്റെ കുടുംബം നടത്തിയ അന്വേഷണം ഇന്നും പൂർത്തിയായിട്ടില്ല. ആ കുടുംബത്തിൻ്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ആ കണാരന് തുടക്കത്തിൽ വെറും ഒരു ഫോട്ടോ മാത്രം വെച്ച് പോയ കണാരൻ്റെ പരാതിക്ക് ഈ പറഞ്ഞ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും ഇടുമ്പോൾ കിട്ടുകയാണ് കണാരനെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കണാരനെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതൊരു ആദ്യത്തെ വിജയമായി മാറുകയാണ് പ്രവാസ ലോകത്തിൻ്റെ. ഒരാളെ ദീർഘനാളായിട്ട് കാണാതായ ഒരാളെ കണ്ടെത്താനുള്ള പ്രവാസ ലോകത്തിൻ്റെ വിജയം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി വലിയ ക്രൂവൊക്കെ ആയിട്ട് മേപ്പയൂർ, വടകര മേപ്പയൂർ പോയി അന്വേഷിക്കുമ്പോഴാണ് വന്ന ആൾ എയർപോർട്ടിൽ നമ്മൾ ഈ കുടുംബമായിട്ട് കാത്തിക്കുകയാണ് കണാരനെ നോക്കി. വന്നവരിൽ ആരെയും കണാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എയർപോർട്ട് മാനിഫെസ്റ്റോയിൽ വടകര മേപ്പയൂരുള്ള ഒരു കണാരൻ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഈ വന്ന കണാരൻ്റെ വീട് എയർപോർട്ട് മാനിഫെസ്റ്റോയിൽ നിന്ന് എടുത്തിട്ട്, പാസ്പോർട്ട് നമ്പർ വെച്ച് എടുത്തിട്ട് കണാരനെ പോയി കാണുമ്പോൾ അത് മറ്റൊരു കണാരനാണ്, ഈ പറഞ്ഞ കണാരനല്ല. 2 പേരുടെയും വീടുകൾ തമ്മിൽ 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഇയാളും മറ്റേ കണാരനേക്കാളും ദീർഘനാളായിട്ട് വീടുമായിട്ട് കുടുംബമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ അബദ്ധത്തിൽ പോലും പ്രവാസലോകം പറഞ്ഞു, ഇത്രയും ദീർഘനാളത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കണാരൻ മറ്റൊരു കണാരൻ കാണാതായിരിക്കുന്നു. അങ്ങനെ എത്ര കണാരന്മാർ നമ്മട്ടാണ് പ്രവാസലോകം ഒന്ന് തുടങ്ങി വെച്ചത്. 2000-ലാണ് ഞാൻ ഈ പറയുന്ന കാര്യം. 25 വർഷങ്ങളായിട്ട് ഒരു കണാരൻ മാറിയെന്നേ ഉള്ളൂ. പല കണാരന്മാരായിട്ട് പ്രവാസലോകം തുടരാൻ മാത്രം. ഇപ്പോൾ ഇന്നലെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഞാൻ നമ്മളുടെ ഈ ക്യാമറയുടെ മുമ്പിൽ. ഇന്നലെയും 2 വിഷയങ്ങളിൽ, ഒന്ന് 8 വർഷമായിട്ട് മലേഷ്യ പോയ ഒരു കുട്ടിയെ അന്വേഷിച്ചിട്ട്, ആ കുട്ടി വളരെ യങ്ങാണ്, അവന് 30-33 വയസ്സേ ഉള്ളൂ. അതിലും യങ്ങായിട്ട് 18-ാം വയസ്സിൽ ഷാർജയിൽ പോയ മറ്റൊരാൾ, മഞ്ചേരിക്കാരനായ ഒരാൾ, അഫ്സൽ. അവൻ 18-ാം വയസ്സ് പോയത്. അപ്പോൾ അവന് 26 വയസ്സേ ഉള്ളൂ. 8 വർഷമായി. 2 പേരും 8 വർഷം. ഒരാൾ മലേഷ്യയിലും ഒരാൾ ഷാർജയിലും. കാണാതായ ഈ കണാരപർവ്വം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങളും അതേപോലെ തുടരുന്നു. കഫാലയായാലും സ്പോൺസർഷിപ്പ് സിസ്റ്റം ആയാലും അത്തരം മാറ്റങ്ങളൊന്നും ഗൾഫിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഒരാളുടെ മൂവ്മെൻറ്റിനെ, ഒരാളുടെ റെസിഡൻസിനെ നിയന്ത്രിക്കുന്ന വിസ ഘടകങ്ങളോ തൊഴിലാളികളെ ഒതുക്കിക്കൂട്ടുന്ന ചട്ടങ്ങളിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പോളിസികളും ഗവൺമെൻറ് അനുശാസിക്കുന്ന തൊഴിലാളി വിരുദ്ധം തന്നെ പറയേണ്ട നിലപാടുകളും മാറാത്തിടത്തോളം കാലം ഈ കഥകളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിൽ ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഡെസ്റ്റിനേഷൻ കൺട്രിയെ, പ്രവാസികളെ സ്വീകരിക്കുന്ന രാജ്യങ്ങളെക്കാളും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനാണ്. ഇവരയക്കുന്ന രാജ്യത്തിൻ്റെ പോളിസി ഇത്രയും ഗതികേടിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെയും പിടിപ്പുകേടാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ വീണ്ടും ഇതിൽ അനുവാദനമായിട്ട് ഒരു കാരണം കൂടി ചേർക്കുന്നതെന്ന് വെച്ചാൽ, 1953 മറ്റുണ്ടായ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തുണ്ടായ ആ പോളിസി 1983-ലാണ് അമെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ്. നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് 2019 വയലാർ രവിയുടെ കാലത്ത് അത് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് രാജനടക്കമുള്ള, വിനോദ് കദ്രെ അടക്കമുള്ള ഇന്ത്യയിലെ മികച്ച
പ്രവാസ വിഷയങ്ങളിൽ ഉള്ള അക്കാഡമീഷ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റിയ ആ ബില്ല്, പുതിയ ഇമിഗ്രേഷൻ ബില്ല് 2019 വന്നു, അത് ടേബിൾ ചെയ്തില്ല. 2021 23 ഈ മാറി വന്ന ഗവൺമെൻറ്, BJP ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നില്ല. ഇപ്പോൾ 2025 ഓവർസീസ് മൊബിലിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ട് പുതിയ പേരിൽ ആ ബില്ലിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആശയങ്ങളെ മുഴുവൻ ഖണ്ഡിക്കുന്ന രീതിയിൽ, അതായത് 2019 ബില്ലിൽ വിദ്യാർത്ഥികൾ, ഇപ്പോൾ നടക്കുന്ന വിദ്യാർത്ഥികളുടെ കുടിയേറ്റം, വിദ്യാർത്ഥികളും മൈഗ്രേഷൻ്റെ കുടിയേറ്റക്കാരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ ഖണ്ഡിച്ചിട്ട് അതൊന്നും ഇല്ലാതെ പുതിയൊരു ഓവർസീസ് മൊബിലിറ്റി ബില്ല് വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു സീരിയസ് ആയ ഒരു ചർച്ച പോലും എവിടെയും നടക്കുന്നില്ല. ഈ പ്രവാസ ലോകത്തിൻ്റെ കണ്ടന്റിനെ പോലെ തന്നെ, പ്രവാസ ലോകത്തിൻ്റെ കണ്ടന്റ് ഇപ്പോഴും തുടരുന്നതിനെ പോലെ തന്നെ കാരണം അന്വേഷിക്കുമ്പോഴും ഇതാണ് പ്രധാന കാരണം. അയക്കുന്ന രാജ്യത്തിന് ഉള്ള ഉത്തരവാദിത്തമില്ലായ്മയും അവർ സ്വീകരിക്കുന്ന രാജ്യത്തിനുള്ള ഉത്തരവാദിത്തമില്ലായ്മയും ഈ എപ്പിസോഡുകളിലെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും.